ഇല്ലേ? മധ്യവർത്തികളുണ്ടോ? ഇല്ലേ? ഒരാള് വന്നിട്ട് നമ്മളെ വഹാബിയാളെ പ്രസംഗം ഇങ്ങനെ കേട്ടു, ഇടയാളന്മാരില്ലാത്ത, മധ്യവർത്തികളില്ലാത്ത, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെ പഠിപ്പിക്കുന്ന മഹിതമായ മാർഗമാണ് ഇസ്ലാം. യജമാനായ തമ്പുരാനിലേക്ക് ഇടയിൽ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത മതം, അതാണ് ഇസ്ലാം പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതാണ് ബോധ്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വയല് പറഞ്ഞു. അത് കേട്ടേക്ക് ഒരു സാധു വന്നിട്ട്, പൊന്നാര മാപ്പിളെ, എനിക്ക് മുസ്ലിം ആണ്ടിയിരുന്നു, അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? കെലിമല്ലേ, ചൊല്ലിത്തരി മാപ്പിളെ. ചൊല്ലി തന്നു. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അതെന്താ? അത് കെലിമയാണ്. ചൊല്ലി വിശദീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധനായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധനില്ല എന്ന് വിശദീകരിച്ചു. പിന്നെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. അതെന്തിനാ അവിടെ പറയണത്? അത് ദൂതനാണല്ലോ. അതെ, ദൂതനാണ് എന്ന് മനസ്സിലാക്കി ഈ സത്യസന്ദേശം പ്രവാചകൻ മുഹമ്മദാണ് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയാം. അതെന്തിന് ഇവിടെ പറയണം? വഹാബി പറയാം, എന്നാ തൽക്കാലം ഇഞ്ചൂട്ടി അത് പറയണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ് പൊയ്ക്കോ എന്ന് പറയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞിരിക്കണം. എന്തിന്? അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനില്ല, മധ്യവർത്തിയില്ല, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് പിന്നെന്തിനാണ് ഒരു മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു? എന്തിനു പറഞ്ഞു? മൗലവി നിന്നിങ്ങനെ വിയർക്കും. അല്ല, നിങ്ങൾ പറഞ്ഞേരി, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് അതെങ്ങനെ അത് പറഞ്ഞിരിക്കണം? എനിക്കറിയാലോ മുഹമ്മദ് റസൂലുള്ളാഹ് പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് എനിക്കറിയാം. ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി എന്തിനാണ് അത് പറയുന്നത്? അത് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ ഉറപ്പിക്കുകയും വേണം. അതെന്തിന്? അത് തൽക്കാലം ഒന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റൂല, അല്ലേ? ഒരു വ്യക്തിയുടെ, ഒരു അടിമയുടെ, ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞല്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് നൽകപ്പെടുകയില്ല എന്ന് ദീൻ പഠിപ്പിക്കുന്നു. എന്ത് പറയണ്ടേ? ഞങ്ങൾ വലിയ ഇസ്ലായിക്കാരാണ് അന്ന് നെളിഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ? കെലിമന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കണ്ടേ? അള്ളാഹ്ക്ക് എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ പഠിപ്പിക്കാം? കെട്ടിമറിഞ്ഞ് ഈ മുഹമ്മദ് റസൂലുള്ളാഹിനെ കൊണ്ടുവരേണ്ടിനു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുള്ളാഹ്, മനോഹരമായ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുള്ളാഹ്, ദീൻ അള്ളാഹുവിന്റെ മതമാണ് എന്ന് പറഞ്ഞാല് മറ്റവർക്ക് ആശ്വാസമായി, നിങ്ങൾക്ക് സമാധാനമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഖുർആനു കിതാബുള്ളാഹ്, പുതിയൊരു മുദ്രാവാക്യം പഠിപ്പിക്കായിരുന്നു, പഠിപ്പിച്ചില്ല. പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത് മുസ്ലിമാകണോ, രക്ഷപ്പെടണോ, സ്വർഗം നേടണോ, അള്ളാഹു നിശ്ചയിച്ച ദീനിൽ പ്രവേശിക്കണോ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞല്ലാതെ അനുവാദമില്ലേ ഇല്ല. എന്ത് പറയും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് പറയണം. ഏതായാലും ഈ സഹോദരൻ മുസ്ലിമാകാൻ വന്ന് ഏതായാലും ഇപ്പൊ പറയാം, ഇനി മേലാലെ പറഞ്ഞേക്കരുത് കേട്ടോ. ശരി, ഇതിപ്പോ തൽക്കാലം അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നു.